ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് എം പി നിരാഹാരം നടത്തുന്നു. എം പി ഇപ്പോൾ സംസാരിക്കുകയാണ് തത്സമയം. എന്ന് പറയുന്ന അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. ജയിച്ച് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലെഫ്റ്റും റൈറ്റും അങ്ങനെയൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ രാത്രി 10 മണിക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത എൻ്റെ വീടിന്റെ വഴിയിൽ കൂടി ഒരു കൂട്ടം ആളുകൾ നമ്മുടെ KVK വാര്യരെയും കൊണ്ട് അദ്ദേഹം ജയിച്ചു. ആദ്യമായിട്ട് 57-ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ജയ് വിളിച്ചു കൊണ്ടുവരുമ്പോ എൻ്റെ വീട്ടിലുള്ള ഞങ്ങളെ സഹായിക്കുന്ന ജാനു എന്ന് പറയുന്ന ചേച്ചി എന്നെ എടുത്ത് ആ കൂട്ടം ആ ജാഥയെ കാണാൻ അടുത്ത് ചെന്നപ്പോ KVK വാര്യർ എന്ന് പറയുന്ന അദ്ദേഹം MLA ആവാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ട ആ ചുവന്ന മാല എന്റെ കഴുത്തിൽ ആദ്യമായി തണിയിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ വെച്ച് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറയാനുള്ള കാരണം, ഞാൻ ഇന്നസെന്റ് എന്ന് പറയുന്ന 8-10 കൊല്ലം മുമ്പ് ഇടത്തിൽ ഞാനിത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും എനിക്കത് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയമായി നീങ്ങാതെ മനസ്സിലുണ്ടായിരുന്നത് സിനിമയായിരുന്നു, നാടകമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയ സംഭവം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് പറഞ്ഞു കഴിയുമ്പോ ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത എന്നെ നിങ്ങൾ ഇവിടുന്ന് ഓടിക്കരുത്. ചെയ്തു പോയത് പറയണ്ടേ, പറഞ്ഞത് കേൾക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എനിക്കിപ്പോ. ഈ പറഞ്ഞത് തന്നെ നേരത്തെ പറഞ്ഞു, ജോസഫൈനും പറഞ്ഞു, നമ്മുടെ MLA ഇവരൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന്. നമ്മുടെ ദേവസി MLA അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അത് പറയുമ്പോഴും പുറമേ ഉള്ളവർ അതൊക്കെ പറയുമ്പോഴൊക്കെ പുറമേ ഉള്ളവർ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അന്ന് മറ്റു പലരും അത് പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അവർ പറയുന്നതിൽ വാസ്തവമില്ലേ എന്ന് തോന്നി. കാരണം ഞാൻ ഇതൊന്നും ശീലിച്ച ഒരാളല്ല. പിന്നീട് വന്നതിന് ശേഷം അന്ന് ചില വാഗ്ദാനങ്ങൾ ഒക്കെ പറയുകയുണ്ടായി. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്നത്. ഈ പ്ലാറ്റ്ഫോം പണ്ടില്ലായിരുന്നു. ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ ചെന്നാൽ ഇമ്പോസിഷൻ, വീട്ടിൽ വന്നാൽ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തല്ല് വേറെ. നിരാശനായി ഞാൻ തീരുമാനിച്ചു രാജ്യം വിടാം. അങ്ങനെ രാജ്യം വിട്ടു. കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ടിക്കറ്റ് എടുത്ത് ചാലക്കുടിയിലെത്തി. ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാൻ നോക്കി. 1-2 റെയിൽവേ ജോലിക്കാർ, അധികം ആളുകളൊന്നുമില്ല. ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത്, എനിക്ക് ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിന്റെ ഉള്ളിൽ കൂടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിനകത്ത് തടിച്ച് വെളുത്ത് ഒരാളിരിക്കുന്നു, വെള്ള ഷർട്ടും വെള്ള പാൻറ്റും പോലൊക്കെ. ഞാൻ പറഞ്ഞു, മദ്രാസിലേക്ക് ടിക്കറ്റ് ഉണ്ടോന്ന്, വണ്ടി ഉണ്ടോന്ന് ചോദിച്ചു. കാരണം സിനിമയാണ് മനസ്സിന്റെ ഉള്ളിലെ ലക്ഷ്യം. മദ്രാസാണ് സിനിമ. മദ്രാസിലേക്ക് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, മദ്രാസിലേക്കുള്ള വണ്ടി പോയല്ലോ, എന്നാ പിന്നെ ബോംബെക്ക് ഒരു ടിക്കറ്റ് തരും. അങ്ങനെ ഒരാളുണ്ടാവും. മദ്രാസിലേക്ക് വണ്ടി ഇല്ലെങ്കിൽ എന്നാ ബോംബെക്ക് തരും. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ തരാം എന്ന് പറഞ്ഞ അവിടെ നിന്നൊന്നും മാറുകയും, അത്രയും ആയപ്പോ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് എനിക്കും മനസ്സിലായി. ഞാൻ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പോയപ്പോ ആ 2 ജീവനക്കാര് അവർ ഓടി വന്ന് എന്നെ വന്ന് പിടിച്ചു കഴിഞ്ഞു. ശേഷം മാഷ് അടുക്ക് കൊണ്ടുചെന്നു. അദ്ദേഹം ചോദിച്ചു എന്താ പേര് മാറ്റി പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ശരിക്കും പറഞ്ഞില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നസെന്റ്.
എനിക്ക് അങ്ങനെ ഒരു കാര്യമാണ്. ആദ്യത്തെ 10 പ്രാവശ്യം മാത്രമേ ഞാൻ നുണ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, പ്രശ്നം വേറെ ഒന്നുമല്ല, എനിക്കൊരു ജോലി വേണം, നാട്ടിൽ നിൽക്കാൻ സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ മരിച്ചുപോയി, എന്നിട്ട് അമ്മ 2ാമത് കല്യാണം കഴിച്ചു. രണ്ടാനപ്പൻ, അയാളെ കൊണ്ടുള്ള ശല്യം, അയാൾ രാത്രിയാവുമ്പോ കള്ളു കുടിച്ചു വന്ന് എന്നെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ പാവൻ സ്റ്റേഷൻ മാസ്റ്ററുടെ കണ്ണിൽ നിന്ന് വെള്ളം ഉരുണ്ടു വീണു. എനിക്കറിയാം സത്യം എന്താണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം എന്റെ സ്വന്തക്കാര് ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ച് അദ്ദേഹം അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി. ക്വാർട്ടേഴ്സ് ഇപ്പൊ എവിടെയാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. അന്ന് അവിടെ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ എന്റെ വലിയപ്പന്റെ മകൻ വരുന്നു ആ ക്വാർട്ടേഴ്സിലേക്ക്. ഞാൻ അവിടെ കമ്പിവേലി ഇട്ട് നിന്റെ അപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പെട്ടെന്ന് അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ മൂത്രം ഒഴിക്കാൻ പോലെ ഇരുന്നു. അങ്ങനെ എന്നെ ഇവിടെ നിന്ന് പിടിച്ചു. കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. വല്ലപ്പോഴും ഒരിക്കൽ എന്റെ ഈ അമ്മ 2ാമത് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ക്ലാര എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ അഴീക്കോടാണ്, കടപ്പുറത്താണ്. അവർ വല്ലപ്പോഴും അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അതാണ് എനിക്ക് സ്വർഗം. അവിടെ നിന്നും വലിയ ഭക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് ആ ദിവസമാണ് എൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ. അന്നൊരു കാളവണ്ടിയിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും അഴീക്കോട്ടേക്ക് പോകുന്നത്. ഇതൊക്കെ അവർ കേട്ടു, അവര് വിശ്വസിച്ചു. സത്യം അവസാനം ഞാൻ പറയേണ്ട വന്നു. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കഥയിലെ കഥാപാത്രം, ആ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ആ ഡേവിഡ് ഇന്നസെന്റ് ആക്കി മാറ്റി. അതിലുള്ള ക്ലാര അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്തു. അതിനുശേഷം എന്നെ എൻ്റെ സഹോദരൻ, എൻ്റെ വലിയപ്പന്റെ മകന്റെ കൂടെ എന്നെ പറഞ്ഞയക്കാണ് ഉണ്ടായത്. അപ്പൊ ഇതാണ് അന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ. ഇങ്ങനൊരു ദിവസം ഇവിടെ വരും. ആ ദിവസത്തിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സത്യാഗ്രഹം ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ആരോ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ തലയിൽ. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇതൊക്കെ എന്താണ് ഈ കഥ. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത് മുഴുവനും ഇതാണ്. അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 10-30 വർഷങ്ങൾക്ക് മുമ്പ്, അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ ഓടിക്കുമെന്ന് പറഞ്ഞത്. ട്രിവാൻഡ്രം മെയിൽ ഇരിങ്ങാലക്കുട നിർത്തുന്നില്ല എന്ന് പറഞ്ഞൊരു ബഹളം. ഞാൻ അന്ന് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ നമ്മുടെ ജോസഫ് സഖാവ് പറഞ്ഞ പോലെ വണ്ടി വന്ന് തട്ടട്ടെ, ഇടിക്കട്ടെ, ചത്താലും വേണ്ടില്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്റെ ഉള്ളിൽ അതാ, നിങ്ങളുടെ ഉള്ളിലും അതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ അന്ന് മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചു, തീവണ്ടി വരുമ്പോ നമ്മൾ 20 കൗൺസിലർമാരാണ്, 19 കൗൺസിലർമാർ ആ പാളത്തിൽ ഇരിക്കുക. ഞാൻ മുനിസിപ്പൽ കൗൺസിലറാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും ആ പാളത്തിലിരിക്കുക. ആ ട്രിവാൻഡ്രം മെയിൽ അതിന്റെ മോളിൽ കൂടെ കയറിപ്പോവും. എനിക്കാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, പ്രൈം മിനിസ്റ്റർ ആവണം, അങ്ങനെ ഒരുപാട് മോഹങ്ങളുള്ള ആളാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാം. അപ്പൊ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനും ബാക്കിയുള്ളവരും പറഞ്ഞു നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ അതെങ്ങനെ, ഒരാൾ ചാലക്കുടിയിൽ നിന്നോ ആലുവായിൽ നിന്നോ മറ്റോ ഈ തീവണ്ടിയിൽ കയറണം. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ വരുമ്പോ വണ്ടി പെട്ടെന്ന് നിർത്തിയെന്ന് വരില്ല, ചങ്ങല പിടിച്ചു വലിക്കുക. അങ്ങനെ വണ്ടി നിർത്തി നമുക്ക് ഈ സമരം തുടങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചു, ഒരു കാര്യം ചെയ്യാം, ആ ചങ്ങല വലിക്കുന്ന ആള് ഞാനാവാം, അല്ലാണ്ട് ഇതിലിരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള സമരം പിന്നീട് അവിടെ ഉണ്ടായില്ല. അപ്പൊ ഇന്നും ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ജോസഫൈൻ സഖാവ് അത് പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ ആലോചിച്ചു. അന്ന് എന്തിന് മുനിസിപ്പൽ കൗൺസിലറായി എന്ന് ചോദിച്ചാൽ ഒരാളാവാൻ വേണ്ടി മുനിസിപ്പൽ കൗൺസിലറായതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ആ വാർഡിലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല. എന്തായാലും എന്നെ പറ്റി നമ്മുടെ MLA BD ദേവസ്യ MLA അദ്ദേഹം പറയുണ്ടായി, മാമോഗ്രാം മെഷീനും ഇതൊക്കെ ശരിയാണ്. അതൊക്കെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. എനിക്ക് ക്യാൻസർ, എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ, എനിക്ക് 2ാമതും ക്യാൻസർ ഇങ്ങനെ വീട്ടിൽ തത്തിക്കളിച്ചിട്ട് നടക്കുക.
ഇപ്പൊ മിനിഞ്ഞാന്നാണ് ഞാൻ കീമോ കഴിഞ്ഞ് ഇവിടെ വന്നത്. അപ്പൊ എന്റെ അടുക്ക് പറഞ്ഞിരിക്കുന്ന ഒരാളെയും തുടരുതെന്നാ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാനിപ്പോ ഈ 2-3-4 ദിവസമായിട്ട് കൈക്കൂലിയൊന്നും മേടിക്കില്ല, കാശ് തൊടാൻ പാടില്ലല്ലോ. അപ്പോ ഈ പറഞ്ഞു വന്നതിന്റെ കാര്യം കുറെയൊക്കെ ഭയമാണ്. നമ്മുടെ രോഗികളോട്, രോഗമില്ലാത്തവരുടെ എങ്ങനെ പെരുമാറണം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, സാമാന്യമായിട്ടുള്ളൊരു വിജ്ഞാനം. ഇവിടെ എന്തുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഞാനും നമ്മുടെ ജോസ് തെറ്റയിൽ MLA, അതുപോലെ തന്നെ നമ്മുടെ ദേവസി MLA, ഇവരൊക്കെ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാറ്. ഈ ഒരു 2 ആഴ്ച മുമ്പാണ് ഇങ്ങനൊരു തീരുമാനം തന്നെ ഉണ്ടായത്. ഞങ്ങളൊരു 2-3 ആഴ്ച മുമ്പ് ഞാനും എന്റെ സെക്രട്ടറി മിസ്റ്റർ സേതുരാജും കൂടെ വിത്തൽ, അദ്ദേഹത്തിന്റെ പേര് വിത്തൽ, അദ്ദേഹം ഇതിന്റെ ചെയർമാനാണ്, ഡൽഹിയിൽ ഞങ്ങൾ പോയി കണ്ടു, കാര്യങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു, ഒക്കെ ശരിയാക്കാം. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. നമ്മളെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ ഞാൻ ADM അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു, നല്ല മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഈ ട്രെയിൻ പെട്ടെന്ന് ഇങ്ങനെ നിർത്തുന്നു, എന്താണ് കാരണം, നമ്മുടെ അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് ഈ കളക്ഷൻ, ആളുകൾ യാത്രക്കാർ കുറവാണ്, അത് നഷ്ടമാണ്, അതൊരു ശരിയായിട്ടുള്ള മാർഗമല്ല. ഒരു ഹോസ്പിറ്റല്, ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റല് നഷ്ടമാണ്, ലാഭമല്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ പോവുക? അങ്ങനെയല്ല, പലതും നഷ്ടത്തിലാണ് ഓടുക. അതൊക്കെ ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു സർവീസാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ പാലരുവിയും അതുപോലുള്ള മറ്റുള്ള ട്രെയിനുകൾ, പിന്നെ നമ്മുടെ നാട് ചാലക്കുടി എന്ന് പറഞ്ഞാലും അങ്കമാലി എന്ന് പറഞ്ഞാലും കൊരട്ടി എന്ന് പറഞ്ഞാലും നമുക്ക് അതിനൊക്കെ ചില സവിശേഷതകളുണ്ട്. ഒരുപാട് പുറമേയുള്ള ആളുകളോട് ബഹുമാനിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ അതിരപ്പള്ളി ആണെങ്കിലും ശ്രീ ശങ്കര അവിടെയാണെങ്കിലും കാലടിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ പാടില്ലാത്തത്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതൊന്നും ഇല്ലാതെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ടാണ് അവിടെ ടൂറിസ്റ്റുകളും മറ്റൊരു ഒക്കെ വരുന്നത് തന്നെ. എന്തായാലും ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മുടെ ജോസഫൈൻ സഖാവും നമ്മുടെ MLA ദേവസി സാറും ജോസ് തെറ്റയിലും ഷാജു പോൾ ex-MLA ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞു ഞാൻ ഒത്തും. അപ്പൊ എന്റെ അടുക്ക് കുറച്ചു നേരത്തെ സ്വകാര്യമായിട്ട് പറയാണ് ജോസ് തെറ്റയിൽ MLA, അദ്ദേഹം പറയാണ് ഞാൻ വേറൊരു വഴിക്ക് പോയിപ്പോ വെറുതെ കയറിയതാണ്. അങ്ങനെ വെറുതെ കയറിയതല്ല, എങ്കിലും എന്നെ വന്നതാണ്, ഒക്കെ എനിക്കറിയാം. കാരണം ഞാൻ പൊങ്ങണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പൊ അവരൊക്കെ സഹകരിക്കുക. അതുപോലെ തന്നെ അങ്കമാലി, ചാലക്കുടി, ആലുവ, ഇവിടെ നിന്നുള്ള മറ്റുള്ള സുഹൃത്തുക്കള് അവരൊക്കെ ഓരോ ബാനറുമായിട്ട് വന്നപ്പോ സത്യത്തിൽ ഞാൻ കോരിത്തരിച്ചു പോയി. ഞാൻ വിചാരിച്ചത് കൊടുങ്ങല്ലൂർ MLA ഇപ്പൊ വന്നു, ഇതിലേ വന്നു, ഇത്ര ഞാൻ കണ്ടില്ല. അപ്പൊ അദ്ദേഹവും അവരൊക്കെ വന്നതിന്റെ ഒരു കാരണം ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാര്യമായതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് അറിയാം. തീർച്ചയായിട്ടും ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വികസനം ഒരുപാട് സംഭവങ്ങളുണ്ട്. ആദർശ സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. അതുപോലെ ആദർശ ഗ്രാമങ്ങൾ 2 എണ്ണമുണ്ട്. ഒന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പുത്രിക്ക, ഇവിടെ കോടശ്ശേരി, അത് ആദർശ ഗ്രാമമാണ്. അപ്പൊ ആദർശ ഗ്രാമമായിട്ട് ഗവൺമെന്റ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ നിന്ന് എന്തൊക്കെയോ, ഒന്നുമില്ല, ആ പേര് മാത്രമേ ഉള്ളൂ. പണം കിട്ടണം, പൈസ കിട്ടിയാലേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ആ പേരൊക്കെ നല്ല പേരാണ്. നമുക്ക് എല്ലാവർക്കും ഈ സമരം നേരത്തെ മറ്റു പലരും സംസാരിച്ചതുപോലെ ഇതൊരു തുടക്കമായി മാത്രം നിൽക്കരുത്. നമ്മുടെ അവകാശങ്ങൾ അതൊക്കെ നേടിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ സിനിമാ നടനൊക്കെ ആണെങ്കിലും പണ്ട് കാലത്ത് തീവണ്ടിയിൽ കയറി നിന്ന് വണ്ടി നിർത്താം എന്ന് പറഞ്ഞ ആളാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു, നിങ്ങളുടെ കൂടെ അതിന്റെ മുമ്പിൽ ഞാൻ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് എം.പി. നടത്തുന്ന നിരാഹാര സമരത്തിൽ ഇന്നസെന്റ് എം.പി. സംസാരിക്കുകയായിരുന്നു. ജലക്ഷാമം മുതലെടുത്ത മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം ചെലവിൽ കിലോമീറ്ററുകൾ അകലെ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് കള്ളിമാലി ചിറ്റടിച്ചാൽ ഷൈജു എന്ന ചെറുപ്പക്കാരൻ. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോഴാണ് ഇടുക്കിക്കാരൻ ഷൈജു വ്യത്യസ്തനാകുന്നത്. രാജക്കാട് കള്ളിമാലിയിൽ കഴിഞ്ഞ ഓഗസ്റ്റോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകൾ നാമമാത്രമായ ഇവിടെ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയാണ്. നാട്ടുകാരുടെ ദുരിതം കണ്ടാണ് പ്രദേശത്തെ 22ഓളം വീട്ടുകാർക്ക് ദിനംപ്രതി 50 ലിറ്റർ കുടിവെള്ളം ഷൈജു എത്തിച്ചു നൽകുന്നത്. കുടിവെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചത്. ഇവിടെ 10-22 വീട്ടുകാർക്ക് ഡെയിലി 50 ലിറ്റർ വീതം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വലിയ കോർണയിൽ ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സേവനം ചെയ്യുന്നത്. കടുത്ത കുടിവെള്ളം ക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഷൈജുവിന്റെ പ്രവർത്തനം ഒരു ജീവകാരുണ്യമായാണ് നാട്ടുകാരും കാണുന്നത്. കുടിവെള്ള ക്ഷാമത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ഷൈജു കൊണ്ട് തരുന്ന ഈ വെള്ളമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് വന്ന് കൊണ്ടുപോയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിപ്പോൾ പോകുന്നത്. 4 കിലോമീറ്റർ അകലെ നിന്നാണ് ഷൈജു വെള്ളം എത്തിക്കുന്നത്. രാവിലെ 6 മണിയോടെ വാഹനത്തിൽ നാട്ടുകാർക്ക് വെള്ളമെത്തിച്ച ശേഷമാണ് ഉപജീവനത്തിനായി ഈ ചെറുപ്പക്കാരൻ തന്റെ വാഹനവുമായി നിരത്തിലിറങ്ങുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്നസെന്റ് എം.പി. മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. റെയിൽവേ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും വേണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിനോടൊന്നും മാത്രമല്ല കേരളത്തിനോട് തന്നെ ഒരു അവഗണന മനോഭാവമാണ് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ സമരം വഴിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ ചെയർമാൻ മിസ്റ്റർ A.K. മിത്തൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഞാനും സേതുരാജും കൂടി. അതുപോലെ തന്നെ ഇവിടുത്തെ ADM അദ്ദേഹത്തെ ഞാൻ ഇന്നലെയും കൂടി വിളിച്ച് സംസാരിച്ചതാണ്. ജനറൽ മാനേജർ, അപ്പം റെയിൽവേ മിനിസ്റ്റർ, ഇവരെയൊക്കെ നമ്മൾ കണ്ടു. മറ്റേ ഇദ്ദേഹം സുരേഷ് പ്രഭു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഒന്നുകൂടെ ഇപ്പം ഇതിൻ്റെ ഇങ്ങനൊരു സമരമുണ്ടായതൊക്കെ അവർക്കറിയാൻ പറ്റും. അവർ പറഞ്ഞ് നമുക്ക് പറ്റാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് ഇവിടെ വണ്ടികൾ നിർത്തുക. എല്ലാ സ്ഥലത്തും നിർത്തണമെന്നൊന്നും നമ്മൾ പറയണില്ല. ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വണ്ടികൾ നിർത്തണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം. തീർച്ചയായിട്ടും ജനകീയ പങ്കാളിത്തത്തോടു കൂടി നമ്മളത് ശക്തമായിട്ട് തന്നെ നമ്മൾ നേരിടും. മറ്റുള്ള യാത്രക്കാർക്കും അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലല്ല, അതൊക്കെ നേരത്തെ അറിയിച്ചതിന് ശേഷം. ചാലക്കുടിയിൽ ഇന്നസെന്റ് എം.പി. നടത്തുന്ന സത്യാഗ്രഹത്തിനിടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു.